എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഇത് എന്നിട്ട് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ദിയക്ക് ടാക്സിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയാണ് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ വീക്ക്ലി നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല. അതിന്റെ കൂട്ടത്തിൽ കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ടാൽ ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ് നിങ്ങളും ദിയ എന്നുള്ള സാഹചര്യം എത്തിയപ്പോഴാണ് ദിയക്ക് പുതിയൊരു സ്റ്റാഫിനെ കണ്ടുപിടിക്കുന്നത്, അവരെ ഇനി ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് ദിയയെ സംബന്ധിച്ച് കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ പേഴ്സണൽ റിവെഞ്ച് തന്നെയാണ് ഇതിന് കാരണം. നാട്ടിൽ വായി നോക്കി നടന്ന അലവലാദികളൊക്കെ ഇങ്ങോട്ട് വിളിച്ചോട്ട് വന്ന് ജോലിയും കൂലിയും കൊടുത്ത് പോറ്റുന്ന എന്നെ വേണം പറയാൻ. ഇനി പറയാൻ പോകുന്നത് കഥയാണ്. വളരെ മികച്ച ഒരു ഫ്രഷ് കഥയാണ്. രാത്രി 1 മണി 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ? രാത്രിയിൽ വിളിച്ചോണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. അയ്യന്റെ മോനെ, വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ് ഇതവരേക്കൊന്നും ഈ സുഗുണം മൂത്തുവന്നിട്ട് കിട്ടില്ല. മൊത്തം പൊളിക്കേണ്ടി വരും. നമ്പറിൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. സുഖം വേണോ എന്ന് ചോദിച്ചില്ലല്ലോ. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ദിയയുടെ ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. വീട്ടിൽ ബിരിയാണിയാണ് മോളെ, മണ്ണുവാരി അവൻ തിന്നാറില്ലെന്നുമായിരുന്നു ദിയ ജീവനക്കാരിയുടെ പ്രതികരണത്തിന് നൽകിയ മറുപടി. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. നിങ്ങൾ പറയുന്നുണ്ടായി ഇത്തരത്തിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയൊരു തുക നിങ്ങൾ തട്ടിച്ചു, QR കോഡ് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ്. അതിന് തെളിവില്ലല്ലോ. 69 ലക്ഷം നമ്മൾ എടുത്താൽ തെളിവില്ലല്ലോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.